ബാലേട്ടാ, ഇപ്പൊ ആൾക്ക് എങ്ങനെയുണ്ട്? ബെറ്റർ ആയിട്ടുണ്ടോ? ദൈവാധീനം. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം തന്നെയാ. സിദ്ധു അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞു. ഈശ്വര, ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്നുവെച്ച് ആള് ഓക്കെ ആയെന്നൊന്നും പറയാറായിട്ടില്ല. പ്രശ്നങ്ങൾ ഇനി ഒരുപാടുണ്ട്. ഒക്കെ ശരിയാവണം, സമയമെടുക്കും. എന്തൊക്കെയായാലും ആള് തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. ബാക്കിയെല്ലാം ശരിയാവും. പ്രഭ എന്തു പറയുന്നു? ഇടയ്ക്ക് പ്രഷർ കൂടി ഒന്ന് കുഴഞ്ഞു വീണു. അയ്യോ, കുറച്ചുനേരം ഡ്രിപ്പൊക്കെ കൊടുത്ത് കെടുത്തിരിക്കായിരുന്നു. പാവം, ഇതൊക്കെ താങ്ങാൻ പറ്റോ? സദാസമയവും സിദ്ധു സിദ്ധു എന്ന് വിളിച്ച് നടക്കുന്നതല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ച പ്രഭയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും വീണു പോയത് തന്നെ. അല്ല, ബാലേട്ടൻ പോകുന്നത് മീര കണ്ടില്ലേ? ഇങ്ങോട്ട് കൂട്ടാതിരുന്നത് നന്നായി. നമ്മളിൽ ആരെങ്കിലും അവിടെ വേണ്ടതല്ലേ. മീര ഉണ്ടെങ്കിൽ പ്രഭയ്ക്കൊരു സമാധാന. അതിന് മീര അവിടെ ഉണ്ടെങ്കിലല്ലേ. അവള് ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ? അങ്ങോട്ടേക്ക് വരുന്നെന്നും പറഞ്ഞാണല്ലോ ഇറങ്ങിയത്. ഇവള് പിന്നെ ഇതെവിടെ പോയി? അങ്ങനെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. പോകെ പോകെ മൊത്തം കള്ളത്തരമുള്ളോ ചന്ദ്രേ. ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റൊന്ന്. നമ്മുടെ മോളെ ഒരു കാര്യത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ചിലപ്പോ ഓഫീസിൽ കയറി ഇങ്ങനെ ഒരു എമർജൻസി ഉള്ളപ്പോഴാണോ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ പോവാ? ഈ പേര് പറഞ്ഞ അവൾ എങ്ങോട്ടാ പോയേ? എന്തായാലും താനൊന്ന് വിളിച്ചു നോക്ക്, എന്താ പറയുന്ന അറിയാലോ. ഫ്രണ്ട് ലൈനിലുള്ള പൊളിറ്റീഷ്യൻസിൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു സിദ്ധാർത്ഥ ചന്ദ്രോത്ത്. ചീഫ് മിനിസ്റ്റർ ആകേണ്ടിയിരുന്ന ആളാ. ഈ നാടൊന്ന് നന്നായനെ. പ്രകാശിന് അങ്കിളിന് നേരിട്ട് പരിചയമില്ല അല്ലേ? എന്ത് ലവിങ്ങാന്നോ. ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണെന്നുള്ളൊരു ഫീല് സംസാരിക്കുമ്പോ നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്ക് ഫ്രണ്ട്ലിയാ. ശരിക്കും എനിക്കിത് വലിയ ഷോക്കാ. വിഷമിക്കണ്ട, ആളിപ്പോഴും ജീവനോടുണ്ടല്ലോ. തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം. തിരിച്ചു വരണം. ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഇപ്പൊ പൊളിറ്റിക്സിൽ മരുന്നിന് പോലും കിട്ടാനില്ല. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവൂലേ? അച്ഛൻ അവിടെ ഉണ്ട്, അമ്മ പോയിട്ടില്ല. പോണെന്ന് പറഞ്ഞ് ബഹളായിരുന്നു. പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു വിധത്തിൽ നമുക്കിത് വലിയ ആശ്വാസമായില്ലേ? എന്ത്? ഈ ആക്സിഡന്റ്. നന്ദനുമായിട്ടുള്ള എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ? അത് ശരിയാ, മുടങ്ങിപ്പോവാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ. പക്ഷെ അത് ഇങ്ങനായി പോയതാ സങ്കടം. ഇനിയിപ്പോ സിദ്ധാർത്ഥ സാർ റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എൻഗേജ്മെന്റ് പേരും പറഞ്ഞ് ആരും തന്നെ തൽക്കാലം ശല്യം ചെയ്യില്ല അല്ലേ? അതുണ്ടാവില്ല. റിയലി കുറച്ചു ദിവസമായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാരെയും വഞ്ചിച്ചിട്ട് ആ ചടങ്ങിന് സന്തോഷം അഭിനയിച്ച് നിൽക്കുന്നത് ഓർത്തിട്ട് എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നുമായിരുന്നു. അപ്പോ ഇനി കുറച്ചു നാളത്തേക്ക് സമാധാനമായിട്ട് ഉറങ്ങാല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അയ്യോ, 3 ദിവസോ? ഞാനിവിടെ ഇനി ഒരാഴ്ച ഫ്രീയാ. തന്റെ വീട്ടിലെല്ലാരും ഹോസ്പിറ്റലും മറ്റുമായിട്ട് ഓടി നടക്കയല്ലേ. മീരെ ഇപ്പൊ കറക്റ്റായിട്ട് അവർക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. നമുക്കൊന്ന് ദുബായ് വരെ പോയി വരാം. ഇപ്പൊ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അയ്യോ എന്റെ പൊന്നെ, ഞാനില്ല. അതെന്താ? ഒരു ട്രിപ്പ് പോയതിന്റെ വെടിയും പുക ഇതുവരെ മാറിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. പെട്ടെന്ന് ഇനിയിപ്പോ അത് വർക്കൗട്ട് ആവില്ല. ഫ്രീ ടൈമേ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കും. ഇനിയിപ്പോ പെട്ടെന്നൊരു ഗേൾഫ്രണ്ട് എവിടെ നിന്ന് കിട്ടാനാ? എങ്ങനെ കൊല്ലും ഞാൻ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതേ ഗേൾസിനെ ഉദ്ദേശിച്ചല്ല, ഓൺലി ബോയ്സ്. അങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബലരാമന്റെ സ്വഭാവം, അതിന്ന് കുറച്ചൊക്കെ മോൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചോ. ശരിയേ. അയ്യോ, ഞാൻ പോട്ടെ, സമയം പോയി. ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. അവിടെ ഇരിക്കേ. ഭാവി ഭർത്താവിന്റെ അടുത്തേക്ക് പോയി അവനെ ആശ്വസിപ്പിക്കാൻ ഇത്രയ്ക്ക് തിടുക്കായോ? വേണ്ട, കൂടുതൽ ചൊറിയല്ലേ മോനെ പ്രകാശേ.
തമാശയായിട്ട് പോലും അങ്ങനൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഹോ, ഞാൻ വെറുതെ പറഞ്ഞതാണേ, മാപ്പാക്കിക്ക്. അമ്മയാണല്ലോ. നീ എവിടെയാ? ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ലെന്ന് പറഞ്ഞല്ലോ. എങ്ങോട്ടാ പോയത്? സൈറ്റിലൊന്ന് കയറിയതാ അമ്മേ. വർക്ക് നടക്കുന്നുണ്ട്. അതാണോ ഇപ്പൊ അത്യാവശ്യം? കള്ളം പറഞ്ഞ് തോന്നിയാസത്തിന് നടക്കുവാണല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പറഞ്ഞാണല്ലോ നീ ഇവിടുന്ന് ഇറങ്ങിയത്. നീ അവിടെ കാണൂന്ന് പറഞ്ഞ ഞാൻ ആരായി? നീ ഇങ്ങനെ തന്നിഷ്ടത്തിന് ചുറ്റിയടിച്ച് നടക്കാൻ ഞാൻ കൂട്ടു നിൽക്കുന്നല്ലേ നിന്റെ അച്ഛൻ പറയത്തുള്ളൂ. ഓ എന്റെ അമ്മേ, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ ഞാൻ ഈ പറഞ്ഞ സൈറ്റ്. ഞാൻ ഇപ്പൊ ഇറങ്ങാം ഇവിടുന്ന്. ദേ പറഞ്ഞത് ഞാൻ അങ്ങ് കണ്ണുടച്ച് വിശ്വസിച്ചു. നിന്റെ അമ്മയായി പോയതുകൊണ്ട് എനിക്ക് തീരെ ബുദ്ധിയില്ലാന്നൊന്നും നീ കരുതണ്ട. ഇങ്ങനൊരു അവസ്ഥയിലായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ വിളിക്കും. നീ അപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം, മനസ്സിലായോ? ആ ശരി, ഞാൻ പോവാ. ഡോ, കേട്ടോ, ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കുറെ നേരമായി. ചോദിച്ചപ്പോ സൈറ്റിൽ പോയെന്ന്. ഇവൾ ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി വെച്ചേ അടങ്ങൂ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ബാലേട്ട് കേൾക്കുന്നുണ്ടോ? ഞാനെന്താ ചെയ്യണ്ടേ? പിടിച്ചു കെട്ടിയിടണോ? അങ്ങനെ ചെയ്യട്ടെ? എന്ത് ചെയ്താലും വിരോധമില്ല. ഇവളുടെ ഈ തോന്നിവാസം അവസാനിപ്പിച്ചേ പറ്റൂ. ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞു പോയത് അവനെ കാണാനായിരിക്കും. ഉറപ്പായിട്ടും ആയിരിക്കും. സൈറ്റിലേക്കല്ലേ അവള് പോയത്? സൈറ്റ് കുന്തം. ബാലേട്ടിന് സ്വഭാവം അറിയില്ല. അത് എനിക്ക് നല്ലോണം മനസ്സിലാവും. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ അവസ്ഥയില് അവള് സൈറ്റിലെ കാര്യങ്ങൾക്കൊന്നും മെനക്കെടില്ല. നേരെ ഹോസ്പിറ്റലിൽ എത്താനേ നോക്കത്തുള്ളൂ. പിന്നെന്താ സംഭവിച്ചേ? പറഞ്ഞില്ലേ, അവൻ വിളിച്ചാ പോവും. സ്വന്തം അച്ഛനും അമ്മയും ചത്തുകിടന്നെന്ന് പറഞ്ഞാലും സ്നേഹിച്ചയാളെ കാണണമെന്ന് വിളിച്ചു പറഞ്ഞാ അങ്ങോട്ടേക്ക് ചെല്ലും. ഇത് വേറൊന്നുമല്ല, ഈ കാര്യവും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനുള്ള പോക്ക. എൻഗേജ്മെന്റ് തൽക്കാലം നടക്കില്ലല്ലോ, അതിന്റെ സന്തോഷം കാണും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, പക്ഷേ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കരുത്. അങ്ങനെ ചെയ്താ കണ്ടില്ലേ, ദേ ഇങ്ങനെ ഇരിക്കും. അവളെ വലിയ വിശ്വാസമായിരുന്നല്ലോ ബാലേട്ടന്. ഇപ്പൊ എന്തായി? അവള് നമ്മളെ ഓരോ നിമിഷവും ചതിച്ചോണ്ടിരിക്കുക. ഇത് നല്ല രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യേണ്ടി വരും.